എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ബ്രേക്ക് ത്രൂ ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് സ്കൂളുകളിലും മറ്റ് ട്യൂഷൻ സെൻറ്ററുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എടുക്കുന്ന ചാപ്റ്ററും എന്നാൽ ടെക്സ്റ്റ് പുസ്തകത്തിൽ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള പാഠവുമായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ടെക്സ്റ്റ് പുസ്തകത്തിൽ രണ്ടാമത്തെ പാഠമാണ്. എന്നാൽ സ്കൂളുകളിലൊക്കെ എടുക്കുന്നത് ഈ പാഠം ഒന്നാമത്തെ പാഠമായിട്ടാണ്. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഫിസിക്സ് പഠിക്കണം, എന്താണ് +1 ഫിസിക്സിൽ പഠിക്കാനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം എന്നതിനൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സത്യത്തിൽ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻട്രഡക്ഷൻ ടു ഫിസിക്സിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷനാണ് ആ പാഠം. അതിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ 60 മാർക്കിൻ്റെ +1 ബോർഡ് പരീക്ഷയ്ക്ക് 2 മാർക്കിനുള്ള ചോദ്യമാണ് ഒന്നാമത്തെ പാഠത്തിൽ നിന്നും വരും. ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനും വരിക. ഈ ഓരോ ചാപ്റ്ററിലും ഏകദേശം 11ഓളം ചാപ്റ്റർ, ആ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്ക് വീതം വരും എന്നൊരു കണക്കുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടൊരു ദിവസം ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച്, ഓരോ പാഠത്തിൻ്റെയും കണ്ടന്റുകൾ അനുസരിച്ച് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന മാർക്കിനൊരളവുണ്ട്, ഒരു റാങ്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന പാഠത്തിൽ നിന്ന് ഇത്ര മുതൽ ഇത്ര മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനൊപ്പം ഓരോ മാർക്ക് സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് പോവാം. അപ്പോൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിലായിരിക്കും. ഇംഗ്ലീഷും പറയും, ഒപ്പം തന്നെ മലയാളം പറയും. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് കടന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ മലയാളം മീഡിയം പഠിച്ചിറങ്ങിയ കുട്ടികളും അതുപോലെ തന്നെ അതേസമയം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഈ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ രണ്ട് കൂട്ടർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ മലയാളം മീഡിയംകാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ +1 +2 മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം എന്നൊരു വേർതിരിവില്ല. നമ്മളെല്ലാവരും ഇനി പരീക്ഷ എഴുതാൻ പോകുന്നതും, പരീക്ഷ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം. എന്നാൽ സയൻസ് വിഷയങ്ങൾ മിക്കവരും ഇംഗ്ലീഷിലാണ് എക്സാമുകൾ എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇംഗ്ലീഷിൽ മൊത്തം എല്ലാം ഇംഗ്ലീഷിൽ കാണുമ്പോൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഒട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകമൊക്കെ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോകുന്ന ഇംഗ്ലീഷാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് കണ്ടൊന്നും പേടിക്കേണ്ട. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ മുന്നോട്ട് പോകും തോറും ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും, ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങും, ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട. മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത്, എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും മിക്കവരും പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് സിലബസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങൾ CBSED ആണ്, NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയാൽ കൂടി നിങ്ങൾ +1 +2 കടക്കുമ്പോൾ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്കും ആ ടെക്സ്റ്റ് ബുക്കിനും അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഹയർ സെക്കൻഡറി ലെവലും തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ നിലവിലുണ്ടാവും, ഒരു ലാഗ് നിലവിലുണ്ടായിരിക്കും. പക്ഷേ ക്രമേണ, അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഞാനും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചു പോയ എല്ലാ ആളുകളും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കടക്കുമ്പോൾ മീഡിയം മാറുന്നതിൻ്റെ, ലാംഗ്വേജ് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു 2 മാസത്തോളം അനുഭവിച്ചിട്ട് കടന്നു വന്നവർ തന്നെയാണ് എല്ലാവരും. അത്
തന്നെ മാറും എന്ന് മനസ്സിലാക്കുക. ആ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് കുഞ്ഞു ക്ലാസ്സുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ലളിതമായിട്ട് പഠിക്കാം, വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിക്കാം. അത് എന്താ പറയുക, ഏറ്റവും ബേസിക് ലെവലിൽ തന്നെ മനസ്സിലാക്കി പഠിക്കണം. ഫിസിക്സാണ്, സയൻസാണ് നിങ്ങൾ പഠിക്കുന്നത്, ഒരിക്കലും കാണാണ്ട് പഠിക്കരുത്. കാണാണ്ട് പഠിച്ചാൽ തെറ്റിപ്പോവും. കാരണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന ഭാഗങ്ങളാണ് സയൻസ് എന്ന് പറയുന്നത്. അത് ഈവൻ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഏതായാലും കൂടി നിങ്ങൾക്ക് കാണാതെ പഠിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ 10ാം ക്ലാസ് വരെ തുടർന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഇനി അങ്ങോട്ട് കാണാതെ പഠിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കരുത്. എഴുതാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ പഠിച്ചത് അതിലെ ഇന്നർ മീനിങ്ങുകളും ബേസിക് കോൺസെപ്റ്റുകളും മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് +1 വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫിസിക്സിലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. ഫിസിക്സ് കെമിസ്ട്രി ആയാലും ശരി. കാരണം തിയറി അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഒരു കുട്ടി വളരെ സുഖകരമായിട്ട് പ്രോബ്ലം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് തിയറി എഴുതാൻ സാധിക്കും. കാരണം തിയറിയുടെ പിന്നിലുള്ള കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ +1 നിങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള എന്താ പറയുക സ്ട്രീമാണ്. സയൻസ് സ്ട്രീം എടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഡിഗ്രിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, എൻട്രൻസ് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കാം, അത് മെഡിസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സയൻസ് സ്ട്രീം. സയൻസ് പഠിച്ചവർക്ക് കൊമേഴ്സ് മേഖലകളിലേക്കും ആർട്സ് ഹ്യൂമാനിറ്റീസ് മേഖലകളിലേക്കും ബാക്കി ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും സയൻസ് പഠിച്ച കുട്ടികൾക്ക് പോകാം. പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കണം. നിങ്ങൾ എൻട്രൻസ് ഒക്കെ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുന്ന ഒരു ശീലമാണ് 10ാം ക്ലാസ് വരെ തുടർന്ന് വന്നതെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് കോൺസെപ്റ്റുകൾ തറവായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറന്നു പോവില്ല. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ്സുകൾ മാത്രമായിട്ടാണ് പോവുക. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ എന്താ വെച്ചാൽ ടിപ്പുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകളിലായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, അളവുകളും യൂണിറ്റുകളും എന്നാണ് നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ പാഠം എന്ന് പറയുമ്പോൾ ഓർക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഇത് 2ാമത്തെ പാഠമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സ്കൂളുകളിലും എല്ലാവരുടെയും ആദ്യത്തെ പാഠമായിട്ടാണ് നമ്മളിത് എടുക്കുക. ഓക്കെ, ഈ പാഠം നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന പേരിൽ, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന പേരിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. അന്ന് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പാഠത്തിലും പഠിക്കാനുള്ളത്, +1ലും പഠിക്കാനുള്ളത്. പക്ഷേ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന പാഠത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അളവുകളും യൂണിറ്റുകളും എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ പഠിക്കുന്ന കാര്യം അളവുകളെക്കുറിച്ചും യൂണിറ്റുകളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു ടോപ്പിക്ക് അതിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ഹെഡിങ് പറയുന്ന പോലെ തന്നെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിനർത്ഥം അതിനകത്ത് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? അളവുകളെക്കുറിച്ചും യൂണിറ്റുകളെ കുറിച്ചുമാണ്. അപ്പോൾ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഡെയിലി അളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഭാരം അളക്കുന്നത്, റോഡിൻ്റെ നീളം അല്ലെങ്കിൽ നീളം അളക്കുന്നത്, സമയം. എല്ലാവരും എല്ലാ ദിവസവും സമയം നോക്കുന്ന ആൾക്കാരാണ്. സമയം എന്ന് പറയുന്ന ഒരു അളവാണ്. അപ്പോൾ അളവുകളും മെഷർമെൻറ്റ്സ് എടുത്താൽ മാത്രമേ നമുക്ക് ഒരു പ്രാക്ടിക്കലായാലും നിത്യജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണ് എന്ത്? അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാഠത്തിൽ ജസ്റ്റ് ഇൻട്രഡക്ഷൻ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അളവുകളെ കുറിച്ചാണ്. ആ അളവുകൾ എങ്ങനെയൊക്കെ അളക്കാം, ഏതൊക്കെ യൂണിറ്റുകളാണ് ഓരോ അളവിനും ഉള്ളത് എന്നതിനെ കുറിച്ചാണ് 1ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഫിസിക്സും മാത്തമാറ്റിക്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യും, മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും. അപ്പം നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാന 3 ഭാഗം എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ഭാഗം എന്ന് പറയുന്നത്, 1 ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, 2
ഇക്വേഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. 3 അതിൻ്റെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഈ പറഞ്ഞ കാര്യം. അത് നമ്മൾ വഴിയെ വരുന്ന ക്ലാസ്സുകളിൽ, ഈ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അളവുകളെ കുറിച്ചാണ്. ആ അളവുകൾ ഏതൊക്കെ തരത്തിൽ അളക്കാം, അങ്ങനെ അളന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ, അതിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ അളവുകൾ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. പണ്ടൊരു സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ സാറ് പറഞ്ഞിട്ടുണ്ട്, മാത്തമാറ്റിക്സിൻ്റെ സ്പന്ദനം, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്, കണക്കിലാണ് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ അളവ് നമ്മൾ നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അത് ഫിസിക്സിൻ്റെ ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും, നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നായാലും മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും പല ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകളൊക്കെ വിടുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാതും ഈ പറഞ്ഞ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പോയിന്റ്, നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസിന് ഇപ്പോൾ 1.0002, 1.000007 അതിനൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂല്യം കൽപ്പിക്കാറില്ല. പക്ഷേ നമ്മൾ സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സമയത്ത്, ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ മാത്തമാറ്റിക്സിൻ്റെ ഓരോ പോയിന്റിനും 0 പോയിന്റിനും അല്ലെങ്കിൽ ഇപ്പോൾ 9.00000072 എന്ന് പറയുന്ന അത്രയും മൈന്യൂട്ടായിട്ടുള്ള വാല്യൂസിന് വരെ അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു ചെറിയ പോയിന്റിൽ ഡിഫറൻസ് വന്നാൽ വരെ ആ സാറ്റലൈറ്റ് തകർന്നു പോവുകയും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ കറങ്ങുന്ന ഓർബിറ്റൽ സ്പീഡ്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു, പ്രപഞ്ചം അടുക്കി വെച്ചിട്ടുള്ളത് തന്നെ മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ സിനിമയിൽ കേട്ട ഡയലോഗ് നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഇപ്പോഴൊക്കെയാണ് സാധിക്കുക. അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന അപ്പോൾ ഈ പാഠത്തിൻ്റെ ഒരു ഇൻഡെപ്ത് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. വളരെ ഡീപ്പായിട്ട് പഠിക്കാണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പാഠങ്ങളൊക്കെ. മനസ്സിലായോ? നമ്മളിവിടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ എന്താണ് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഫിസിക്സിൻ്റെ പഠനം വരുമ്പോൾ നിങ്ങൾ പഠിച്ച ഓരോ കാര്യവും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 10ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിച്ചു. കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നൊരു ഭാഗം പഠിച്ചു. 10ാം ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചാണ്. ഇപ്പോൾ തൊട്ടടുത്ത് പഠിച്ചിറങ്ങിയത് കൊണ്ട് മറന്നു പോകാൻ വഴിയില്ലേ. കുറേ കാർബണിൻ്റെ നെയിമിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈലിലാണെങ്കിൽ ആ മൊബൈൽ ടച്ച് സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ ടച്ച് സ്ക്രീനിൽ നിങ്ങൾ തൊടുന്ന ഓരോ സ്ഥലത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ മൊബൈലിൻ്റെ ടച്ച് സ്ക്രീനിൽ ഓടിക്കളിക്കുന്നത് ഓർഗാനിക് സംയുക്തങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഓടിക്കളിക്കുന്നത് ഓർഗാനിക് സംയുക്തങ്ങളാണ്. നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ഗ്ലൂക്കോസ്, ശരീരം സ്വീകരിക്കുന്ന ഗ്ലൂക്കോസ് ഓർഗാനിക് കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മറന്നു പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പുസ്തകത്തിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അതേസമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അതിനെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകില്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം അളവുകളെ കുറിച്ചാണ്. നിങ്ങൾ ഹൈറ്റ് അളക്കാറുണ്ട്, വെയിറ്റ് അളക്കാറുണ്ട്, ടൈം നോക്കാറുണ്ട്. നിങ്ങളിപ്പോൾ കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് എവിടെ പോയാലും ടെമ്പറേച്ചർ അളക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അളവുകളാണ്, ഇതൊക്കെ മെഷർമെൻറ്റുകളാണ്. ഇത്തരം മെഷർമെൻറ്റുകളെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറയണം? അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിറ്റുകളെയും അളവുകളെയും കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി ആദ്യത്തെ ഭാഗം, ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഈ പാഠത്തിലെ ആദ്യത്തെ ഭാഗമാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? മലയാളം എന്താണ്? ഭൗതിക അളവുകൾ. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ അർത്ഥം. ഭൗതിക അളവുകൾ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികം, ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? അളവുകൾ. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മുടെ ഈ പാഠത്തിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഭൗതിക അളവുകൾ. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്നത്, നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നതിനാണ് ഭൗതികം എന്ന് പറയാം, ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറയാം.
ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളക്കാൻ സാധിക്കുന്ന ഏത് അളവും എന്താണ്? ഭൗതിക അളവാണ്. മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നോട്ട് എഴുതി വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അളക്കാൻ സാധിക്കുന്ന ഏത് അളവിനെയും എന്ത് എന്ന് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ ഭാരം അളക്കാൻ സാധിക്കും. നീളം, ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീളം, വീതി, ഉയരം അളക്കാൻ സാധിക്കും. സമയം അളക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ അളക്കാൻ സാധിക്കും. ഒരു സ്ഥലത്തേക്കുള്ള ദൂരം അളക്കാൻ സാധിക്കും. ആ ഒരു വാഹനം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗത അളക്കാൻ സാധിക്കും. കാറ്റിൻ്റെ വേഗത അളക്കാൻ സാധിക്കും. അങ്ങനെ പല പല സാധനങ്ങൾ എന്താക്കാൻ പറ്റും? അളക്കാൻ സാധിക്കും. അപ്പോൾ അളക്കാൻ സാധിക്കുന്ന ഏത് അളവിനെയും, മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏത് അളവും എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, അളക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടോ? എന്തിനാണ് ഇത് സെപ്പറേറ്റ് എടുത്ത് പറയണേ? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? അളക്കാൻ സാധിക്കുന്ന ഏത് വസ്തുവും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ചോദ്യമുണ്ട്, എന്ത്? അളക്കാൻ സാധിക്കാത്ത അളവുകളുണ്ടോ? അളക്കാൻ സാധിക്കാത്ത വസ്തുക്കളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അളക്കാൻ സാധിക്കാത്തത്, ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യം വന്നു, നിങ്ങളോട് സ്നേഹം വന്നു, എനിക്കത് അളക്കാൻ പറ്റുമോ? മനുഷ്യവികാരങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുകയാണ്, എനിക്ക് നിന്നോട് 10 കിലോ ദേഷ്യമാണ്, എനിക്ക് നിന്നോട് 100 കിലോ സ്നേഹമാണ്, അവളോട് 200 മീറ്റർ പ്രണയമാണ്, പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ അളക്കാൻ സാധിക്കാത്തതുകൊണ്ട് അളക്കാൻ സാധിക്കുന്നവയുണ്ട്. അളക്കാൻ സാധിക്കുന്നവയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അളക്കാൻ സാധിക്കാത്ത ഇമോഷൻസിനെ കുറിച്ച്, മനുഷ്യൻ്റെ വികാരങ്ങളെക്കുറിച്ച് അതൊന്നും അളക്കാൻ സാധിക്കില്ല. പക്ഷെ ദേഷ്യം, സങ്കടം, വിഷമം, ദുഃഖം, ഇതൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങൾ, ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അളക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊന്നും എന്തല്ല? ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? അളക്കാൻ സാധിക്കുന്ന ഏതളവിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു? എന്താണ്? അളക്കാൻ സാധിക്കുന്ന അളവുകളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ക്ലിയറായി? ഓർത്ത് വയ്ക്കേണ്ട കാര്യം, അളക്കാൻ സാധിക്കാത്ത അളവുകളുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ അളവുകൾ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന അളവുകൾ. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ആ വാക്കിൽ തന്നെ എന്താണെന്നുള്ളതിൻ്റെ ഉത്തരമുണ്ട്. ഒന്നാമത്തെ കാര്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, രണ്ടാമത്തെ അളവാണെന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അളക്കാൻ സാധിക്കുന്ന അളവുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. എങ്ങനെയൊക്കെ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആളാരാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി ഒന്നാമത്തെ ആൾ എന്താന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം മനസ്സിലാക്കുക. അടിസ്ഥാനപരമായ അളവ്. അടിസ്ഥാനം, ഫണ്ടമെൻ്റലിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ എന്ന് വെച്ചാൽ എന്താ? അടിസ്ഥാനം. നമ്മൾ വീടിൻ്റെ തറയൊക്കെ കിട്ടുകയെന്ന് പറയില്ലേ? ഫൗണ്ടേഷൻ കിട്ടുകയെന്ന് പറയില്ലേ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അളവ്. നിങ്ങളൊരു വീട് പണിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ വീട് പണിയാനായിട്ട് ആദ്യം എന്ത് ചെയ്യും? തറ കെട്ടും. ആ തറയുടെ മുകളിലേക്കാണ് ചുമര് പണിത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? തറയാണ്. അതിന് ചുറ്റും പിന്നെ കട്ടള വയ്ക്കും, എന്താ പറയുക, ചുമര് കെട്ടും, ജനൽ വയ്ക്കും, വാതിൽ വയ്ക്കും, പിന്നെയാണ് പണി നടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ അളവുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ഏറ്റവും ബേസിക് ക്വാണ്ടിറ്റീസ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന വേഗത, മലയാളം വേഗത, ഒരു വാഹനത്തിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ്. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വാഹനത്തിൻ്റെ വേഗത അളക്കണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു വാഹനത്തിൻ്റെ, ഒരു കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ബസ്സിൻ്റെയോ ലോറിയുടെയോ സ്പീഡ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, അത് എത്ര ദൂരം സഞ്ചരിച്ചു. 2, ആ സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ്, ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന അളവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ വി വാണ്ട് ടു മെഷർ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് സ്പീഡ് എന്ന് പറയുന്ന അളവ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് മറ്റ് 2 അളവുകളുടെ ആവശ്യം വേണ്ടി വന്നു. ആരൊക്കെ വേണ്ടി വന്നു? ദൂരവും വേണ്ടി വന്നു, സമയവും വേണ്ടി വന്നു. പറഞ്ഞത് മനസ്സിലായോ? ഇനി ദൂരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മറ്റളവുകളുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു മീറ്റർ സ്കെയിലോ അല്ലെങ്കിൽ ഒരു മെഷീൻ എടുത്ത് അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. സമയം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേറെ അളവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. വാച്ച് നോക്കി എന്ത് കിട്ടും? സമയം കിട്ടും. എന്നാൽ സ്പീഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? മറ്റ് 2 അളവുകളെ ആവശ്യമുണ്ട്. ആ 2 അളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് കണ്ടുപിടിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ, സ്പീഡ് എന്ന് പറയുന്ന ഒരളവാണ്. ആ അളവ് കണ്ടെത്താനായിട്ട് മറ്റ് 2 ആളുകളുടെ ആവശ്യമുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ദൂരം കണ്ടുപിടിക്കാനോ സമയം കണ്ടുപിടിക്കാനോ മറ്റളവുകളുടെ ആവശ്യമില്ല. സമയം എത്രയെന്ന് അറിയാനായിട്ട് നമുക്ക് വാച്ച് നോക്കിയാൽ സമയം അറിയാം. ദൂരം എത്രയെന്ന് അറിയാനായിട്ട് സ്കെയിൽ എടുത്ത് അളന്ന് നോക്കിയാൽ ദൂരം അറിയാം. അപ്പോൾ അതിനു വേണ്ടി മറ്റളവുകൾ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താ? ഒന്ന്, നേരിട്ട് നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അളവുകൾ, മറ്റളവുകളാൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്ത അളവുകളുണ്ട്. മറ്റളവുകൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന അളവുകളും ഉണ്ട്. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന അളവിൻ്റെ പ്രത്യേകത എന്താ? ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസും ആക്സിലറേഷനും അറിയണം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. F = m/a. അതിനർത്ഥം എന്താ? എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എമ്മും വേണം എയും വേണം. എന്നാൽ മാസ് കണ്ടുപിടിക്കാൻ വേറൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ പറഞ്ഞ ദൂരം, സമയം, മാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചറാണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ എടുത്തോളൂ. ടെമ്പറേച്ചർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേറെ അളവിൻ്റെ ആവശ്യമുണ്ടോ? ടെമ്പറേച്ചർ, ഒരാളുടെ താപനില, ഇപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. താപനില അളക്കാൻ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ തെർമോമീറ്റർ എടുത്ത് അളന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ ഏത് കടയിൽ പോയാലും തോക്ക് ചൂണ്ടും നേരെ ചൂടറിയാനായിട്ട്. അല്ലെങ്കിൽ എവിടെ പോയാലും ഇപ്പോൾ അതാണ്, കൊറോണയാണല്ലോ. അപ്പോൾ ചൂടുണ്ടോ, ടെമ്പറേച്ചർ എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങോട്ടും കയറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നുമ്പോൾ തോക്ക് ചൂണ്ടി കഴിഞ്ഞാൽ തോക്കിന്ന് അറിയാം എത്രയാണ് നിങ്ങൾക്ക് എന്ത് താപനില എന്നുള്ളത്. അപ്പോൾ ആ താപനില അളക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ ദൂരത്തിൻ്റെ ആവശ്യമില്ല, സമയത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്ന അളക്കാൻ ടെമ്പറേച്ചർ അളക്കുന്ന മെഷീൻ മാത്രം മതി. എന്നാൽ സ്പീഡ് അളക്കാൻ എന്ത് വേണം? മറ്റളവുകൾ വേണം. പറഞ്ഞത് ശരിയോ തെറ്റോ? സ്പീഡ് അളക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് 2 അളവുകൾ ഉപയോഗിച്ചാൽ എന്ത് കിട്ടുള്ളൂ? സ്പീഡ് കിട്ടുള്ളൂ. നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ വെയിറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വെയിറ്റ് അളക്കാനായിട്ട് നിങ്ങൾക്ക് വെയിറ്റിംഗ് മെഷീൻ മതി, ആ വെയിറ്റ് അളക്കുന്ന മെഷീൻ മതി, വേറെ അളവുകൾ വേണ്ട. ഉയരം അളക്കാനായിട്ട് സ്കെയിൽ ഉണ്ടായാൽ എന്താ അളക്കാം? ഹൈറ്റ് അളക്കാം. പറഞ്ഞത് മനസ്സിലായോ? എന്നാൽ നിങ്ങളുടെ പ്രഷർ, ഒരു വസ്തുവിൻ്റെ പ്രഷർ അറിയണമെങ്കിൽ എന്തൊക്കെ വേണം? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അളവുകൾ പലതരമുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ കാര്യത്തിനാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അളക്കാൻ സാധിക്കുന്ന അളവുകളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 തരമുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ അളവുകളാണ്. എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അവയെ കണ്ടെത്താൻ നമുക്ക് മറ്റൊരു അളവിൻ്റെ ആവശ്യമില്ല. അവയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം സ്പീഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സ്പീഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? ഡിസ്റ്റൻസെന്നും ടൈമെന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ? സ്പീഡ് കിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? എന്നാൽ ഡിസ്റ്റൻസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അളന്ന് തന്നെ നോക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ സാധിക്കാത്ത, ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അവയെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉണ്ടാക്കാം, എന്നാൽ മറ്റുള്ള അളവുകൾ ഉപയോഗിച്ച് അവയെ കണ്ടെത്താൻ സാധിക്കാത്ത ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അളവുകളാണ് എന്ത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ നമ്മൾ വീട് പണിയുന്ന തറ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുമര് കെട്ടി, അതിൻ്റെ മുകളിൽ ജനൽ വെച്ചു, അതിൻ്റെ മുകളിൽ പല സാധനങ്ങൾ വെച്ചു. ഇത് ചുമര് പൊളിച്ചാലും ബാക്കി എന്തുണ്ടാവും? തറ അവിടെ ഉണ്ടാവും. തറ പൊളിച്ചാൽ വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ തറയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്.
പറഞ്ഞത് മനസ്സിലായോ? ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ് മാസ് അളക്കാൻ വേറൊരളവിൻ്റെ ആവശ്യമില്ല. ലെങ്ത്ത്, നീളം അളക്കാൻ മറ്റൊരളവിൻ്റെ ആവശ്യമില്ല. ടൈം അളക്കാൻ മറ്റൊരളവിൻ്റെ സഹായം ആവശ്യമില്ല. ടെമ്പറേച്ചർ അളക്കാനും മറ്റൊരളവിൻ്റെ സഹായം ആവശ്യമില്ല. കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരളവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ അളവെന്ന് പറഞ്ഞാൽ വേറൊരളവില്ലാതെ, വേറൊരാളുടെ സഹായമില്ലാതെ ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്ത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. പറഞ്ഞു മനസ്സിലായോ? പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ലെങ്ത്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ട് മോൾ കോൺസെപ്റ്റ്, അതിലെ മോള്. പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ. ഇലക്ട്രിക് കറണ്ട് അടക്കം 7 കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ളത്. പ്രധാനമായി 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ആദ്യത്തെ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്ത്, മാസ്, ടൈം, അല്ലെങ്കിൽ മാസ്, ലെങ്ത്ത്, ടൈം എന്ന് പറയുന്ന 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? മറ്റ് അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മറ്റളവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്ത അളവുകളെയാണ് ഫണ്ടമെൻ്റൽ. ദേ ആർ ബേസിക് ക്വാണ്ടിറ്റീസ്. ഏറ്റവും അടിസ്ഥാനപരമായ ക്വാണ്ടിറ്റിയാണ്. അവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. മറ്റുള്ളതിൽ നിന്നും വരുന്നതാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡെറിവേഷൻ എന്നൊക്കെ പറയില്ലേ? സ്പീഡ് ഒരു ഉദാഹരണമാണ്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള 2 ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, ടൈമും വേണം. അതുപോലെ തന്നെ പ്രഷർ, പവർ, വർക്ക്, ഫോഴ്സ്, അങ്ങനെ പോകുന്ന ഒരുപാട് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത ബാക്കിയുള്ള ക്വാണ്ടിറ്റീസൊക്കെ, ഈ 7 ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒക്കെ പറയുക. അതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ 2 തരം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമുക്ക് 2ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെ തിരിക്കാം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് തിരിക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ അളവിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന 7 മോൾ, അതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെയുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ 7 എണ്ണത്തിനെ നമുക്ക് വിഭജിക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അവരെ കണ്ടുപിടിക്കാൻ മറ്റളവുകളുടെ ആവശ്യമില്ല. ഇതാണ് പ്രധാന പോയിന്റ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കണ്ടെത്താനായിട്ട് മറ്റളവുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. തറയാണ്. തറാന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളാണ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുക. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, പ്രഷർ, പവർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാക്കി അളവുകളെ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ അളവ് വെച്ചിട്ടാണ് ബാക്കിയുള്ള അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഉണ്ടാകുന്ന, കണ്ടെത്താൻ സാധിക്കുന്ന അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആരാണ്? ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത എല്ലാവരും എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇതാണ് ഈ പാഠത്തിൻ്റെ തുടക്കം. ഇനി അതിൻ്റെ യൂണിറ്റുകളും കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നോട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.